അറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിശാച് നമ്മളെ ഏതൊക്കെ രീതിയിൽ ടെംപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആക്രമിക്കുന്നു എന്നുള്ള ചിന്തകളാണ് ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ട്വിസ്റ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം കോട്ടിക്കളയുന്നു എന്നുള്ള ചിന്തയാണ് നമ്മൾ സംസാരിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്നും നമ്മൾ ഈ സെഷൻ കൂടി അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് ഈവൻ പല രീതിയിൽ അവ്വായെ പരീക്ഷിച്ചപ്പോഴും യേശുവിനെ പരീക്ഷിച്ചപ്പോഴും ഒക്കെ തന്നെ ദൈവവചനത്തിലുള്ള സംശയം ജനിപ്പിക്കുകയും ആ വാക്കുകളെ കോട്ടിക്കളയുകയും ചെയ്തതായിട്ട് കാണുന്നു. യേശുവിനെ ഗോപുരത്തിൻ്റെ മേളിൽ നിന്ന് ചാടാനായിട്ട് പറഞ്ഞപ്പോൾ ശരിക്കും ചാടുന്നവർക്കുള്ള ഒരു ആ പരീക്ഷ അല്ലെങ്കിൽ ആ രീതിയിൽ ഉയരത്തിൽ നിന്ന് ആ റിസ്ക് എടുക്കുന്നവർക്കുള്ളൊരു പ്രൊട്ടക്ഷൻ അല്ല അവിടെ പറഞ്ഞിരിക്കുന്ന 91 സങ്കീർത്തനത്തിലെ നമുക്കറിയാം. എന്നാൽ അത് കൂട്ടിക്കളഞ്ഞതായിട്ട് കാണുന്നു. 2 പത്രോസ് 2-ാം അധ്യായത്തിലെ ദ്രവ്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള പ്രോസ്പെരിറ്റി ഗോസ്പലിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ 2 പത്രോസ് 3-15-16 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രത്യേകിച്ച് 16-ാം വാക്യത്തിൽ അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. 15-ാം വാക്യം അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരവുമായുള്ളവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളെ നാശത്തിനായിട്ട് കോട്ടിക്കളയുന്നു. 2 ആളുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തിരുവെഴുത്ത് കോട്ടിക്കളയുന്ന ആളുകൾ. ഒന്ന് അറിവില്ലാത്തവർ, അൺടോട്ടായിട്ടുള്ള ആൾക്കാർ. 2 അസ്ഥിരന്മാർ, അൺസ്റ്റേബിൾ. ഒരു അൺലേൺഡായിട്ടുള്ളതും അൺസ്റ്റേബിളായിട്ടുള്ള 2 തരത്തിലുള്ള ആളുകൾ തിരുവെഴുത്തുകളെ കോട്ടിക്കളയുന്നു. കാര്യങ്ങൾ നല്ലതുപോലെ പഠിക്കാതെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നതാണ് ഈ പറഞ്ഞ അൺലേൺഡ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഞാനെല്ലാം പഠിച്ചിട്ടാണോ പറയുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യാത്തത് പറയാൻ പാടില്ല. ശരിക്കും അല്ല, അറിയാവുന്ന കാര്യം മാത്രമേ പറയാൻ പാടുള്ളൂ. എന്നാൽ ഞാൻ എല്ലാം പഠിച്ചിട്ടാണോ പറയാൻ പറ്റുന്നത് ചോദിച്ചാൽ അങ്ങനെ ഒരു ലോകത്തിലൊരു മനുഷ്യനും എല്ലാം പഠിച്ചിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അവനെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളിലുള്ള അവൻ്റെ ജ്ഞാനം, അവനറിയാവുന്ന കാര്യങ്ങൾ അതവന് പറയുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ അവൻ അസ്യൂം ചെയ്ത് തെറ്റായിട്ട് പറയാനായിട്ട് പാടില്ല. അവനോട് ചേർത്ത് പറയാനായിട്ട് പാടില്ല. അതാണ് അൺലേൺഡായിട്ടുള്ള മനുഷ്യരെക്കുറിച്ച് പറയുന്നത്. 2ാമത് അൺസ്റ്റേബിൾ എന്ന് പറയുന്നത് ഒരിക്കലും റെഡിയാകാത്ത ആൾക്കാർ. ദാറ്റ് മീൻസ് ദേ ആർ ഷേക്കി എന്ന് വെച്ചാൽ ഒരു പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യും. അത് ഒരു അവിടുത്തുള്ള കാര്യവും ഇവിടുത്തുള്ള കാര്യവും എല്ലാം ശരിയാണെന്ന് പറയുന്ന ആൾക്കാർ. അവർ പറയുന്നത് ശരിയാണ്, ഇവർ പറയുന്നത് ശരിയാണ്. ഒരു സ്റ്റാൻഡ് ഇല്ലാതെ ഇരിക്കുന്നതാണ് അൺഷേക്കി എന്ന് മീൻ ചെയ്യുന്നത്. അത് അൺസ്റ്റേബിളാണ്. നമ്മളിപ്പം ഒരു കാര്യം തന്നെ ഇപ്പം കാൽവിനിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി, അർമേനിയൻ ആയിട്ടുള്ള ചിന്താഗതി, 2 ചിന്താഗതികളുണ്ട്. അതായത് ഈ 2 ചിന്താഗതികളിനകത്ത് ഒരെണ്ണത്തിനകത്ത് രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുന്നു, വേറെണ്ണത്തിൽ രക്ഷ നഷ്ടപ്പെടുകയില്ല. ഞാനൊരു ഉദാഹരണം എടുക്കുകയാണ്. അത് ഏതാണ് ശരിയായിട്ടുള്ളത്, അതെന്താണ് പഠിപ്പിക്കുന്നത്? ഒരാളതെടുത്ത് വാദിക്കുന്നു അത് ശരിയാണെന്ന്, വേറൊരാൾ ഇത് വായിക്കുന്നു. അപ്പോഴേ ഒരു ദൈവത്തിൻ്റെ സഹോദരൻ ദാസൻ പറയുന്നു എനിക്ക് ദൈവം വെളിപ്പെടുത്തി ഇങ്ങനെയാണ് എന്ന്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അതിനകത്ത് എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്നുള്ളത്, അത് ആ ഇൻ്റർപ്രിട്ടേഷൻ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചത് സമർത്ഥിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ തന്നെ ആ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2 എപ്പിസോഡിൽ അത് പറഞ്ഞു. സാൽവേഷൻ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങളത് എടുത്ത് കേൾക്കുക ശരിക്കും എന്താണെന്നുള്ളത്. അതിന് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് എങ്ങനെ നമുക്ക് സമർത്ഥിക്കാം എന്ന് നിങ്ങൾ ചോദിക്കാം. അതിന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് 2 പേരുടെയും ചിന്താഗതിയല്ല, ബൈബിൾ പറയുന്ന ചിന്താഗതിയാണ്. കാരണം നമ്മൾ ഈ തിയോളജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പഠിപ്പിക്കലുകൾ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ പല രീതിയിൽ ആംഗിളിനെ അതിനെ വിശകലനം ചെയ്യും. ഇപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ പല സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള മീനിങ്ങുകളായിരിക്കും അതിന് വരുന്നത്. അത് വെച്ചിട്ട് ഇങ്ങനെയുള്ള ബൈബിൾ പണ്ഡിതന്മാർ, ചിന്തകന്മാർ പല കാര്യങ്ങളും എഴുതുമ്പോൾ എന്താ അതിനകത്ത് വരുന്നത്, അൾട്ടിമേറ്റ്ലി എന്താ വരുന്നത്, പലർക്കും അതൊരു കൺഫ്യൂഷനായിട്ടാണ് തീരുന്നത്. ഇതൊന്നും അങ്ങനെ ആകുമ്പോൾ ബൈബിൾ പോലും പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് സ്റ്റേജിലേക്ക് വരും. അവർ ആണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കേസുകളാണ് അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്. അവിടെ അൺസ്റ്റേബിലിറ്റി അല്ല ഇവിടെ ആവശ്യം. അത് നമ്മൾ നന്നായിട്ട് പഠിക്കുക, ലേൺ ചെയ്യുക. അൺലേൺഡും അല്ല, നന്നായിട്ട് പഠിക്കുക. പഠിച്ചു കഴിയുമ്പോൾ ഈ ട്വിസ്റ്റിങ്ങിൽ നിന്ന് വ്യത്യാസപ്പെടും.
സാത്താൻ ഈ രണ്ട് ഗ്രൂപ്പിനെ ഉപയോഗിച്ച് ഹെറസീസ് പഠിപ്പിക്കും. അൺസ്റ്റേബിളിനെയും അൺഷേക്കിയും രണ്ടിനെയും എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ബൈബിളിലെ ചില ഭാഗങ്ങളെടുത്ത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെയും അതുപോലെ ഇത് ആർക്ക് വേണ്ടിയാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, എന്നാൽ അന്നത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെയും ഒക്കെ എടുത്തിട്ട് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില വാക്യങ്ങൾക്ക് ഒരുപാട് മീനിങ്ങുകളുണ്ട്. ഒരുപാട് മീനിങ് എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് ആപ്ലിക്കബിൾ ആയതുപോലെ ഈ സമയത്തും ആപ്ലിക്കബിളാണ്. ദൈവവനമെല്ലാം അങ്ങനെയാണ്. ദൈവവനമൊന്നും മാറ്റി വെക്കാനായിട്ടില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന പോലെ കർത്താവായ യേശുവെ വേഗം വരേണമേ, അവസാനത്തെ വാക്യം പിതാവിന് കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറയുന്നിടം വരെയുള്ള ഭാഗങ്ങളിലുള്ള എല്ലാ ദൈവത്തിൻ്റെ വചനവും നമുക്ക് ആപ്ലിക്കബിൾ തന്നെയാണ്. ഒന്നും അതിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല. പലർക്ക് പല സമയങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും പല സാഹചര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. അത് മാറ്റപ്പെട്ടിട്ടില്ല. അത് അവർക്ക് യഹൂദന് വേണ്ടി എഴുതിയിട്ടുള്ള, എനിക്ക് വേണ്ടിയുള്ളതല്ല എന്ന് പറയാനല്ല. ദൈവത്തിൻ്റെ വലിയ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. മാറ്റമില്ലാത്ത വചനത്തിന്, ദൈവത്തിൻ്റെ വചനം, സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അതിന് ഇന്നും പ്രസക്തിയുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ യെശയ്യാ പ്രവചനം 53:5 അവൻ്റെ അടിപ്പിണ്ടരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം, ശരിക്കും അവിടെ പറയുന്ന അടിപ്പിണ്ടരാൽ സൗഖ്യം വന്നു എന്ന് പറയുന്നത് നമുക്കൊരു എറ്റേണിറ്റി നമ്മുടെ മനസ്സിൻ്റെ ഒരു സൗഖ്യം, അല്ലെങ്കിൽ നമ്മൾക്കൊരു വീണ്ടെടുപ്പ്, കർത്താവുമായിട്ടൊരു നിരപ്പ് വന്നു, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ വന്നു എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതിനുപരിയായിട്ട് വേറൊരു ചിന്തയുണ്ട്, സൗഖ്യദായകമായിട്ടൊരു ശുശ്രൂഷ. നിങ്ങൾക്കറിയാമല്ലോ, മാനസികമായിട്ടുള്ള വ്യഥയിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ ഇന്ന് ശരീരത്തിൻ്റെ വ്യഥകളും അതിനോടൊപ്പം പാറുന്നു എന്ന് നമുക്കറിയാം. പല കാര്യങ്ങളും മാനസികമായിട്ടുള്ള പീഡനവും പ്രയാസങ്ങളും പരിവട്ടങ്ങളുമാണ് ഇന്ന് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണം. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളും രോഗങ്ങളും അവൻ ചുമന്നു എന്ന് പറഞ്ഞാൽ, പാപം മുഖാന്തരം രോഗങ്ങളുണ്ടാകുന്നു, അതും അവൻ ചുമന്നു എന്നുള്ളതാണ്. പാപങ്ങൾ എല്ലാം യേശു ക്രൂശിലെടുത്തു എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ രോഗങ്ങളും എടുത്തു, അവൻ്റെ അടിപ്പിണൽ സൗഖ്യം വന്നു എന്ന് ചിന്തിക്കുന്നത് തെറ്റില്ല. എന്നാൽ അവിടെ പഠിപ്പിക്കലിനകത്ത് അടിപ്പിണൽ സൗഖ്യം വന്നു എന്ന് പറയുന്നതിന് പഠിപ്പിക്കൽ തിയോളജിക്കലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? യേശുവിൻ്റെ വീണ്ടെടുപ്പ്, നമുക്ക് സൗഖ്യം വന്നത് നമ്മുടെ മനസ്സിന് മാത്രമാണ് സൗഖ്യം വന്നിരിക്കുന്നത്. എന്നാൽ അത് നമ്മുടെ ശരീരത്തിനുമുള്ള സൗഖ്യമാകാം, ആയിക്കൂടായില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പഠിക്കുമ്പോൾ, തിയോളജിയൻസ് ട്രൂ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ എറ്റേണൽ ലൈഫ് മാത്രമാണ് അവിടെ പറയുന്നതെന്ന് വേണമെങ്കിൽ പഠിപ്പിക്കാം. അതുകൊണ്ട് രണ്ടും അവിടെ വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. അത് തെറ്റായിട്ടുള്ളൊരു പഠിപ്പിക്കലായിട്ട് ചിന്തിക്കരുത് ആ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ. കാരണം നമ്മുടെ ബൈബിള് പഠിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെല്ലാം തന്നെ എന്ത് പർപ്പസിനാണ് വെച്ചിരിക്കുന്നത്? കർത്താവിൻ്റെ പ്രതിരൂപമായി നമ്മളെ മാറ്റുകയും അവൻ്റെ സ്നേഹം നമ്മൾ കൂടി പ്രദർശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദൗത്യം. അല്ലാതെ ഇത് പഠിച്ച് ചീർത്ത് അല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുത്ത് ഒരു ഡോക്ടറേറ്റ് എടുത്ത് എൻ്റെ സെൽഫിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് ട്വിസ്റ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, ആ ഇൻ്റലക്ച്വലിന് ഗ്രഹിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി നമുക്ക് ഗ്രഹിക്കാനായിട്ട് ദൈവം കൃപ തരും. നേരത്തെ പറഞ്ഞ ഗലേഷ്യൻസ് 1:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, ദൈവകൃപ, ക്രിസ്തുവിൻ്റെ കൃപയിൽ നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതും അത് വിട്ടിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് ഗലേഷ്യൻസ് പോകുന്നു എന്നുള്ളതും ആയിട്ടുള്ള ഒരു അഡ്വൈസ് അവർക്ക് കൊടുക്കുകയാണ് പൗലോസ്. മൊസൈക് ലോ വീണ്ടും അനുസരിക്കണം, പരിച്ഛേദന വേണം, ഗോസ്പൽ ഫുൾഫിൽ ചെയ്യാനായിട്ട് പരിച്ഛേദന വേണം എന്നൊക്കെയുള്ള ചിന്തകൾ അന്ന് വന്നിട്ട് ആളുകൾ വീണ്ടും ആ ജുദായിസത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗലാത്യർക്ക് ലേഖനത്തിൽ കാണുന്നത്. ഇന്നും ഒരുപാട് ഇങ്ങനെയൊക്കെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ട്വിസ്റ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, അത് മാത്രം പോരാ. കർത്താവിലുള്ള വിശ്വാസം, കൃപയുടെ സുവിശേഷം മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരാ. സാൽവേഷന് വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എൻ്റെ മാനുവലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം. അത് മാത്രമല്ല, ട്രഡീഷൻസ് വേണം. ട്രഡീഷൻസായിട്ട് നമ്മുടെ മുമ്പെയുള്ള പിതാക്കന്മാർ ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യണം. കൂദാശകളൊക്കെ
നമ്മുടെ സാൽവേഷന് മാർഗമാണ് എന്നൊക്കെ ബൈബിളിലൊന്നും പറയുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ട്രഡീഷണലായിട്ട് പലരും വിശ്വസിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്താണ് ഇതിനകത്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ട്വിസ്റ്റിംഗ് ദ വേർഡ്, സോളാ സ്ക്രിപ്ചർ എന്ന് പറയുന്നുള്ള സ്ക്രിപ്ചർ അലോൺ എന്നുള്ളതല്ല, അതിനോട് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്നുള്ള പഠിപ്പിക്കൽ അത് സൈറ്റാനിക്കാണ്. അത് സാത്താൻ കൊണ്ടുവന്ന് ചെയ്യുന്നതാണ് എന്ന് നമ്മൾ മറന്നു പോരുത്. 2 തിമോത്തി 4 അധ്യായത്തിൻ്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസം സ്വന്തം മോഹങ്ങൾക്കൊത്തോണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. പൗലോസ് തിമോത്തിയോസിനോട് സ്പെസിഫിക്കായിട്ട് പറയുന്ന കാര്യമാണ്. അന്ത്യകാലങ്ങളെക്കുറിച്ച് സ്പെസിഫൈ ചെയ്യുമ്പോൾ എപ്പോഴും വചനം പ്രസംഗിക്കണമെന്നും സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കണമെന്നും ഉപദേശത്തോട് ശാസിക്കണമെന്നും തർജ്ജന ചെയ്യണമെന്നും പ്രബോധിപ്പിക്കണമെന്നും സൗണ്ട് ഡോക്ട്രിൻസ് പഠിപ്പിക്കണമെന്നൊക്കെ പറയുന്ന കാര്യമാണ്. എന്നാൽ പഥ്യോപദേശം, സൗണ്ട് ഡോക്ട്രിൻ, അത് ഇന്ന് പലർക്കും അൺകംഫർട്ടബിളാണ്. സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കണം. നല്ലൊരു പാസ്റ്റർ വന്ന് പ്രസംഗിക്കണമെങ്കിൽ അവരെ ആ അസംബ്ലിയിലുള്ള അല്ലെങ്കിൽ ആ സഭയിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ച് പ്രസംഗിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആ പാസ്റ്ററെ അടുത്ത പ്രാവശ്യം പ്രസംഗത്തിന് വിളിക്കത്തില്ല. അതുപോലെ തന്നെ പ്രാസംഗികന്മാർ, ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകന്മാർ, അച്ഛന്മാരുമൊക്കെ എല്ലാവരെയും സുഖിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ദൈവവചനം ഉപയോഗിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ഡിവിഷൻ സൂചിപ്പിക്കാനായിട്ടുള്ളതല്ല. ശരിക്കും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. റിപ്രൂവ്, റിബ്യൂക്ക് ആൻഡ് എക്സോർട്ട്, ഇതിനു വേണ്ടിയാണ് ദൈവവചനം തന്നിരിക്കുന്നത്. കാരണം നമ്മൾ സാധാരണ ബോധമിലങ്ങ് പോയാൽ നരകത്തിൽ ചെന്നെത്തുമെന്ന് ദൈവത്തിനും അറിയാം. അതുകൊണ്ട് ദൈവവചനം തന്ന് നിങ്ങളെ ഏതൊക്കെ രീതിയിൽ കറക്റ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ നിങ്ങളെ വഴക്ക് പറയണം, ഏതൊക്കെ രീതിയിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തണം, ഇതൊക്കെയാണ് ദൈവവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ അത് ഡിവൈഡ് ചെയ്യാതെ കർണരസവന്മാർ മോഹങ്ങൾ, നമ്മുടെ മോഹത്തെ പറയുന്നത് സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാനായിട്ട് തിരിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ നമ്മൾ എത്ര സൂക്ഷ്മമായിട്ട് ദൈവവചനം അപഗ്രഹിക്കുകയും പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. 2-3 വാക്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിൽ നിന്ന് വായിച്ചിട്ട് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. സദൃശവാക്യം 14-14 വാക്യത്തിൽ ദ ബാക്ക്സ്ലൈഡർ ഇൻ ഹാർട്ട് ഷാൽ ബി ഫിൽഡ് വിത്ത് ഹിസ് ഓൺ വേസ്. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവൻ തൻ്റെ നടപ്പിൽ മടുപ്പ് വരും. തൻ്റെ വഴികളിൽ തന്നെ ബാക്ക്സ്ലൈഡർ തൻ്റെ വഴികളിൽ തന്നെ ജീവിക്കുന്നു. ബാക്ക്സ്ലൈഡർ ഇൻ ഹാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ഹിസ് ഓൺ വേസ്, അവൻ്റെ വഴികളിൽ തന്നെ. നേരത്തെ പറഞ്ഞ പോലെ റിപ്പൻറ്റൻസ് പ്രസംഗിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇന്ന് ആരും പോകാറില്ല. നീ അനുദപിക്കണം, നീ പാപിയാണ്, നീ പാപം ഏറ്റു പറയണം എന്ന് പറയുന്നതിൻ്റെ ഒരിക്കലും ആരും പോകാറില്ല. അതേസമയം നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കും. ലോകത്തിൽ നിനക്ക് സമ്പാദ്യം വന്നു ചേരും, നിൻ്റെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടും, അവരൊക്കെ വിദേശത്ത് പഠിക്കാൻ പോവും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ കേൾക്കാനായിട്ടാണെന്ന് ആൾക്കാർ ധാരാളമായിട്ടുള്ളത് നമ്മൾ മറന്നു പോകരുത്. റോമർക്കെഴുതിയ ലേഖനം 16-17-18 വാക്യങ്ങൾ, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രയും സേവിക്കുന്നത്, ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ഇവിടെ ട്വിസ്റ്റിംഗ് ദ ഡോക്ട്രിൻസ് ആൻഡ് മേക്കിംഗ് ഡിവിഷൻ ഇൻ ദ ചർച്ച്. ചർച്ചിലെ ആളുകളെ ഫാൾസ് ഡോക്ട്രിൻസ് പഠിപ്പിച്ച് ഡിവൈഡ് ചെയ്ത് അവരുടെ കൂട്ടയാക്കുന്നു. അങ്ങനെയുള്ളവരെ തീർച്ചയായും നമ്മൾ ഉപേക്ഷിക്കണം. അവർ പറയുന്നവരുടെ വഴിയെ പോകരുത് എന്നുള്ള ഒരു ചിന്ത ഇതിൽ നിന്ന് വരുന്നു. യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, തിന്മയ്ക്ക് തിന്മ എന്നും തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പ് ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ദൈവവചനം കൈകാര്യം ചെയ്യുന്നവരെ കുറിച്ച് ഉദ്ദേശിച്ച് പറയുന്നതാണ്. അവർ ഈവിളിനെ ഗുഡ് ആക്കുന്നു, ഡാർക്ക്നെസ്സിനെ ലൈറ്റ് ആക്കുന്നു,
ലൈറ്റിനെ ഡാർക്ക്നെസ് ആക്കുന്നു, ബിറ്ററിനെ സ്വീറ്റ് ആക്കുന്നു, സ്വീറ്റിനെ ബിറ്റർ ആക്കുന്നു. എന്ത് വേണമെങ്കിലും ചെയ്യും. നേരത്തെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുന്നു, പട്ടിയെ ആടാക്കുന്നു എന്ന് പറയുന്ന പോലെ ദൈവവചനം സത്യമല്ലാതെ കൈകാര്യം ചെയ്യുന്നവരുടെ അന്ത്യം അത്ര ശുഭകരമല്ല. ചിലപ്പോൾ ആ സമയത്ത് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തേക്കാം, റിവാർഡ്സ് ഈ ലോകത്തിൽ കിട്ടിയേക്കാം. എന്നാൽ നിത്യതയിൽ അവരുടെ അന്ത്യം തീരെ മോശമാണ്. വെളിപ്പാട് പുസ്തകം 22, 18, 19 വാക്യങ്ങൾ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, ഇതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം വരുത്തും. ഈ പ്രവചന പുസ്തകത്തിന് വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിൻ്റെ വിശുദ്ധ നേരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. സാത്താൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ജീവപുസ്തകത്തിൽ അവൻ്റെ പേരെഴുതരുത്, അല്ലെങ്കിൽ അവനെ വിശുദ്ധ നേരത്തിലേക്ക് കയറ്റരുത്, അവനെ നീക്കിക്കളയണം എന്നുള്ളതാണ് സാത്താനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്തുള്ള ചില സുവിശേഷം എപ്പിസലും ഒക്കെ എഴുതിയ സമയങ്ങളിലുള്ള ആളുകൾ അവരന്ന് പറയുന്ന ഇതായിരുന്നു, മൊസൈക്കിലായും ജുദായിസവും സർക്കംസ്റ്റൻഷനും ഒക്കെ വേണം, രക്ഷയ്ക്ക് നിദാനം യേശുവിലുള്ള വിശ്വാസം മാത്രം പോരാ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വന്ന സഭകൾ എന്താ പറഞ്ഞത്? നമുക്ക് ട്രഡീഷൻസ് വേണം, എക്സ്ട്രാ ബിബ്ലിക്കലായിട്ടുള്ള ഐറ്റംസ് വേണം കർത്താവിൻ്റെ വഴിയിലാകാനായിട്ട് എന്നുള്ളത്. പിന്നീട് വന്ന ഏറ്റവും പുരോഗമന ചിന്താഗതിയുള്ളവർ പറയുന്നത് എന്താണ്? ഡ്രസ് കോഡ്, ഡിസിപ്ലിൻ, ഹെയർ സ്റ്റൈൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ തിമോത്തിയോട് പൗലോസ് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് 2 തിമോത്തി 2:14 മുതൽ ഉള്ള വാക്യങ്ങൾ, 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് വായിക്കുന്നത്: കേൾക്കുന്നവരെ മറിച്ച് കളയാനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കേണ്ടതിന് കർത്താവെ അതിനെ സാക്ഷിയാക്കി അവരെ ഓർപ്പിക്കുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കുക. ഭക്തിവിരുദ്ധമായ വിലാപങ്ങളെ, വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വാക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവിടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനിയോസും ഫിലത്തോസും അവിടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ടു തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളഞ്ഞു. ഇവിടെ സ്റ്റഡി ടു ഷൂ ദംസെൽസ് അപ്രൂവ്ഡ് അൺ ടു ഗോഡ്. നമ്മൾ ജീവിതങ്ങളെ ദൈവത്തിന് അപ്രൂവലുള്ള ഒരു വർക്ക്മാനായിട്ട്, ആ രീതിയിലുള്ള പ്രസംഗിക്കുന്ന, ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, നീഡ് നോട്ട് ബി അഷെയിംഡ് ബൈ റൈറ്റ് ഡിവിഷൻ ഓഫ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കുക. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു ട്വിസ്റ്റിങ്ങും ആവശ്യമില്ല. ദൈവവചനത്തിൽ ക്ലിയറായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വചനത്തിലില്ലാത്ത ഒന്നുമില്ല എന്ന് യെശയ്യാപ്രവചനം 34:15 വാക്യത്തിൽ പറയുന്നുണ്ട്. എൻ്റെ ദൈവവചനത്തിൽ നിങ്ങൾ അന്വേഷിക്കുക, ഇല്ലാത്ത ഒന്നും കാണുകയില്ല. അതിനെല്ലാം ഇണയോടുള്ള വാക്കുകൾ തന്നിട്ടുണ്ട്. അതിലെല്ലാം പരിശുദ്ധാത്മാവ് ബ്രൂഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും ദൈവവചനത്തിൽ നിന്ന് വിപരീതമായിട്ടൊന്നും പറയാനായിട്ടില്ല. അതുകൊണ്ട് ഓരോ തിയോളജി ഓരോന്ന് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്ത് ദൈവവചനത്തെ ടെസ്റ്റ് ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് പിശാച് ദൈവവചനത്തെ ട്വിസ്റ്റ് ചെയ്ത് കളയുന്നതിനും അതിനുള്ള കാരണങ്ങളും എങ്ങനെയാണ് തെറ്റിച്ച് കളയുന്നതും പറഞ്ഞു. അവർക്കുള്ള പ്രതിഫലം എന്താണെന്നും പറഞ്ഞു. അതുകൊണ്ട് അവരെക്കുറിച്ച് അങ്ങനെ മാറ്റുന്നവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽപ്പാനായിട്ട് അയോഗ്യരായി ദൈവം കൽപ്പിക്കുകയും അവർക്ക് ആ വിശുദ്ധ യെരുശലേമിലേക്കുള്ള പ്രവേശനം വരെയും അവർക്ക് ബാൻ ചെയ്തിരിക്കുന്നതായിട്ട് നമ്മളെ കാണും. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവർ ദയവായിട്ട് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിൽ നിന്ന് ദൈവം തരുന്ന വലിയ വിശുദ്ധമായിട്ടുള്ള ആലോചനകൾ നമ്മുടെ ജീവങ്ങളെ കരിപ്പിടിപ്പിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവം കൃപ വരുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, പിശാച് തെറ്റിച്ചുകൊണ്ട് പോകുന്ന വഴികളെക്കുറിച്ചാണല്ലോ ഞങ്ങൾ ചിന്തിച്ചത്. കർത്താവെ, ട്വിസ്റ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം തെറ്റിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ദൈവവചനം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഫോൾസ് ഡോക്ടറിൻസിനോട് നോ പറവാനായിട്ട്, കർത്താവെ, എല്ലാ ഹെരസീസിനോടും നോ പറവാനായിട്ട്, യേശു എന്ത് പഠിപ്പിച്ചു, അപ്പോസ്തലന്മാരെന്ത് പഠിപ്പിച്ചു അത് തന്നെ വിശ്വസിപ്പാനായിട്ട് പരിശുദ്ധാത്മാ ഞങ്ങൾക്ക് തുണയായി ഞങ്ങൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആന്ന് ഓർത്ത് ഞങ്ങളതിനെ സ്തുതിക്കുന്നു.
ഞങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്ന ദൈവവചനമനുസരിച്ച് ജീവിപ്പാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിലെ കർത്താവിൻ്റെ വചനം കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ഭക്തിയോടുകൂടിയും വിശുദ്ധിയോടുകൂടിയും അത് കൈകാര്യം ചെയ്യുവാനും അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുവാനായിട്ടും ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് രോഗത്തിലിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റാതെ പ്രയാസങ്ങളിലിരിക്കുന്ന ചില ആളുകൾ ഇത് കാണുന്നു. വിശ്വാസത്തിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുമോ? ദൈവം വലിയൊരു വിടുതൽ നിങ്ങൾക്ക് തരും. ഏതൊക്കെ എത്ര പഴക്കം ചെന്നും അനേകം ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും മാറാതിരിക്കുന്ന അലർജിക്കായിട്ടുള്ള ഇഷ്യൂസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഡിക്ലെയർ ചെയ്യുന്നു. കർത്താവെ സൗഖ്യം, ഈ സമയത്തെ സൗഖ്യം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ഷുഗർ പേഷ്യൻ്റ് ആയിരിക്കുന്ന ചിലർ ഇത് കാണുന്നുണ്ടല്ലോ, വലിയതായ ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു പോകുന്നു. ദൈവമേ നീ സഹായിക്കണമേ. എല്ലാ ടെസ്റ്റും കഴിഞ്ഞു, ഇൻസുലിനും ഹൈ ഡോസ് ആയിരിക്കുന്നു. ദൈവമേ നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ക്രിയേറ്റീവ് മിറക്കിൾ അവരുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളായി ഷുഗർ ലെവലൊക്കെ ഒന്ന് താഴെ വരുവാനായിട്ട് നീ കരുണ കാണിക്കണമേ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ക്രമപ്പെടുത്താനുള്ള ചില കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് വിളിച്ചപേക്ഷിക്കുമോ? അനുതാപത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് ഇരിക്കുമോ? ദൈവം അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതങ്ങൾ തരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നു. സ്തോത്രം. ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആരോഗ്യത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് നീ അവരെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ. ആയുസ്സിനെ നീട്ടിക്കൊടുക്കുന്ന വലിയ ദൈവം അവരുടെ ജീവിതങ്ങളിൽ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. തുടർന്ന് ഇത് നിങ്ങളെ വാച്ച് ചെയ്യണം. തുടർമാനമായിട്ട് ഇതുണ്ടാവുമല്ലോ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ഇത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്താൽ ഞങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കണമെങ്കിൽ അത് ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ അതിലുണ്ട്. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.